പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. രാവിലെ പ്രാർത്ഥനയ്ക്കായി കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും കർത്തൃദാസന്മാർക്കുമുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങൾ വിനീതമായി അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ വ്യത്യസ്തകരമായി സഹായിക്കുകയും കരുതുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ വേഗം തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. രാവിലത്തെ വചന ധ്യാനത്തിന് നാം ആസ്പദമായി വായിക്കുന്ന തിരുവഴുത്തിലേക്ക് നമുക്ക് പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അതിന്റെ 9-ാമത്തെ വാക്യം പ്രാർത്ഥനയോടെ നമുക്ക് ശ്രദ്ധിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും; അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കർത്താവായ യേശുക്രിസ്തു തന്റെ അധരങ്ങളിലൂടെ ഡയറക്റ്റ് പറഞ്ഞ വാഗ്മൊഴിയാണ് നമ്മൾ കേട്ടത്. 9, 10 വാക്യങ്ങൾ ചേർത്ത് വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ്. ഞാനൊരു കുറുവാക്യം എന്ന നിലയിൽ 9-ാം വാക്യം മാത്രമാണ് സൂചിപ്പിച്ചത്. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും; അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കണ്ടെത്തും; മുട്ടുവിൻ, എന്നാൽ നിങ്ങൾ തുറക്കും. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ പ്രത്യേകത പ്രധാനപ്പെട്ട 3 സംഭവങ്ങളാണ് ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട പ്രമേയം. ആ 3 സംഭവങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. അതാണ് നമുക്ക് 11-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. 2, കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന ഒരു പരാമർശമാണ്. അതാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. 3, കർത്താവായ യേശുക്രിസ്തു ചില ആരോപണങ്ങളിൽ വിധേയനാക്കപ്പെടുന്നു. അത് നമുക്ക് കാണാൻ കഴിയുന്നത് 11 മുതൽ 20 വരെ കാണാൻ കഴിയുന്നുണ്ട്. ഈ 3 പ്രധാന സംഭവങ്ങളാണ് ഈ 11-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. സ്തോത്രം. ഈ വായിച്ച വാക്യം 9-ാമത്തെ വാക്യമാണെങ്കിലും ഈ വാക്യത്തിന് ആസ്പദമായിരിക്കുന്ന സംഭവം നമുക്ക് കാണാൻ കഴിയുന്നത് 5-ാം വാക്യം മുതൽ കർത്താവ് ഒരു ഉപമ പറയുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ 9-ാം വാക്യത്തിലാണ് കർത്താവ് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും; അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്നുള്ള പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് കർത്താവ് പറയുന്നത് 9-ാം വാക്യത്തിലാണെങ്കിലും അതിനാസ്പദമായ സംഭവം 11-ാം അധ്യായത്തിന്റെ 5 മുതൽ 7, 8 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് സംഭവം? ഒരു സ്നേഹിതൻ, ആ സ്നേഹിതന്റെ വീട്ടിൽ അർദ്ധരാത്രിയിൽ ഒരു ഗസ്റ്റ് വരികയാണ്. സ്തോത്രം. ആ ഗസ്റ്റ് തന്റെ വീട്ടിൽ വരുന്ന നിമിത്തം അദ്ദേഹം അർദ്ധരാത്രിയിൽ തന്റെ അയൽവക്കത്തുള്ള വീട്ടിലേക്ക് ചെന്ന് 3 അപ്പം വായ്പയായി ചോദിക്കുന്നതാണ് പ്രമേയം. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ആ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, അർദ്ധരാത്രിയിൽ
ഒരു വഴിയാത്രക്കാരൻ തന്റെ സ്നേഹിതനായ ഒരു വഴിയാത്രക്കാരൻ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഗസ്റ്റായിട്ട് വരികയാണ്. പൊതുവെ യഹൂദ പശ്ചാത്തലം അറിയാവുന്നവർക്കറിയാം, ഈ രാത്രിയിൽ ഗസ്റ്റായിട്ട് പോവുക എന്നുള്ളത് അപൂർവം ഒരു സംഭവമാണ്. മലയാളികൾ പോലും രാത്രിയിലൊന്നും ഒരു വീട്ടിൽ ഗസ്റ്റായിട്ടൊന്നും എത്താറുള്ളത്, അല്ലെങ്കിൽ നമുക്ക് അത്രയും ഇന്റിമേറ്റ് ആയിട്ടുള്ള ബന്ധം ഉള്ളവരായിരിക്കാം. സ്തോത്രം. പക്ഷെ ഇദ്ദേഹം ചെന്ന വീട്ടുകാർക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അവര് നേരത്തെ കിച്ചൺ ക്ലോസ് ചെയ്തു. ഇന്നത്തെ പോലെ ആധുനിക തലമുറയെ പോലെ രാത്രി പാതിരാത്രിക്ക് ഭക്ഷണം കഴിക്കുന്ന ആളുകളല്ല. അവർ നേരത്തെ ഭക്ഷണം കഴിച്ച് ഉറങ്ങി പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരുടെ കിച്ചൺ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് തന്നെ രാത്രിയിൽ തൻ്റെ വീട്ടിലൊരു ഗസ്റ്റ് വന്നപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാനൊന്നുമില്ല. അദ്ദേഹം നേരെ തൻ്റെ അയൽവക്കത്തെ സ്നേഹിതന്റെ വീട്ടിൽ ചെന്ന് ഡോറിൽ മുട്ടി. വെളിയിൽ നിന്ന് താൻ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു ഗസ്റ്റ്, ഒരു സ്നേഹിതൻ തന്റെ വീട്ടിൽ വന്നു, അദ്ദേഹത്തിന് കൊടുക്കുവാൻ ഒന്നുമില്ല. അതുകൊണ്ട് ഒരു 3 അപ്പം വായ്പയായി തരണമെന്ന് പറഞ്ഞു. വായ്പയാണ് ചോദ്യം. 3 അപ്പം വായ്പയാണ് ചോദ്യം. അപ്പോൾ ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് 3 അപ്പമാണ്, അതും വായ്പയായിട്ടാണ്. പക്ഷേ അകത്തുനിന്ന് കേട്ടത് 3 പ്രധാനപ്പെട്ട തടസ്സങ്ങളാണ്. 3 അപ്പം ചോദിച്ചവന് 3 തടസ്സങ്ങളാണ് കേൾക്കേണ്ടി വരുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ മറുപടി കിട്ടുമെന്ന് കരുതി ആരും പ്രാർത്ഥിക്കണ്ട. പ്രാർത്ഥിക്കുമ്പോൾ തടസ്സങ്ങൾ ആയിരിക്കാം ആദ്യം കേൾക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. പൗലോസ് പറഞ്ഞു ഇടവിടാതെ പ്രാർത്ഥിക്കണം. കാരണം പ്രാർത്ഥനയ്ക്ക് കാലതാമസവും ദൈർഘ്യങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ചോദിച്ചപ്പോൾ ഉടനെ വിടുതൽ കിട്ടിയ പ്രാർത്ഥനകളുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ആരെങ്കിലും പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ മറുപടി കിട്ടിയെങ്കിൽ അത് ദൈവവചനത്തിന്റെ നിയമമല്ല, അത് ആ കുടുംബത്തോടുള്ള ദൈവത്തിന്റെ കരുണയാണ്. എനിക്ക് കരുണ തോന്നുന്നവരോട് ഞാൻ കരുണ കാണിക്കുന്നു, എനിക്ക് കൃപ തോന്നുന്നവരോട് ഞാൻ കൃപ കാണിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് രാവിലെ സമയം നിങ്ങളോടും ദൈവത്തിന് സ്പെഷ്യൽ ഒരു കരുണ വെളിപ്പെട്ടാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ അധികം ദൈർഘ്യമാകത്തില്ല. വേഗം നിങ്ങൾക്ക് വേണ്ടി പ്രതിക്രിയ നടത്തിയവൻ രക്ഷിക്കും നിങ്ങളെ. സ്തോത്രം. എന്നാൽ തിരുവെഴുത്തിൻ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ തടസ്സങ്ങൾ കേട്ടെന്ന് വരാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പെസഹയുടെ തലേ രാത്രി വ്യാഴാഴ്ച അർദ്ധരാത്രി പൂർണ്ണചന്ദ്രന്റെ നിലാവട്ടത്തിൽ ചരിത്രം സാക്ഷ്യം കുറിക്കുന്ന അർദ്ധരാത്രി 12-നും 1 മണിക്കും ഇടയിൽ പ്രാണവേദനയിൽ വിയർപ്പുകൾ രക്തത്തുള്ളികൾ പോലെയാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു പ്രാർത്ഥന വേറെ ആരും പ്രാർത്ഥിക്കുന്നതായിട്ട് എനിക്കറിയത്തില്ല. വേദപുസ്തകത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പ്രാർത്ഥനയായി. പക്ഷെ പ്രാർത്ഥിച്ചെഴുന്നേറ്റ യേശുവിന് വിടുതലല്ല ലഭിച്ചത്. പ്രാർത്ഥിച്ചെഴുന്നേറ്റ യേശുവിന്റെ കയ്യിൽ വിലങ്ങാണ് വീണത്. ഇന്നത്തെ ജനറേഷൻ ആണെങ്കിൽ പ്രാർത്ഥിച്ചെഴുന്നേറ്റ് കഴിയുമ്പോൾ കൈ വിലങ്ങ് വീണാൽ പറയും, അയ്യോ ശവിക്കപ്പെട്ട പ്രാർത്ഥന, അല്ലെങ്കിൽ എന്തോ ക്രമീകരിക്കാതാണ് അവൻ പ്രാർത്ഥനയ്ക്ക് ഇരുന്നത്, അതുകൊണ്ടാണ് ദൈവം അവനെ ശിക്ഷിച്ചെന്ന് പറയും. പക്ഷെ നോക്ക്, നസ്രായൻ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോൾ കയ്യിൽ വിലങ്ങ് വീണു. 3 സിവിൽ കോടതിയിലും 3 മതക്കോടതിയിലും ഉൾപ്പെടെ 6 കോടതികളിൽ 7 പ്രാവശ്യം വിസ്തരിക്കപ്പെട്ടു. ഗെത്സമനയിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട പീലാത്തോസിന്റെ ഗബത എന്ന കൽത്തലത്തിലൂടെ തലയോട്ടിയുടെ ആകൃതിയിൽ തല ഉയർത്തി നിൽക്കുന്ന ഗോൽഗോഥയുടെ നെറുകയിലേക്ക് യേശുവിനെ കൊണ്ടുപോയി. ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഗുരോ, ഈ വിലങ്ങ് പ്രാപിക്കാനാണോ ഈ അർദ്ധരാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ പോരാടിയത്? കർത്താവ് പറയും, അത് ലോകമനുഷ്യന്റെ കാഴ്ചയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ 33.5 വർഷത്തെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ അനുഭവിക്കാത്ത പ്രതിസന്ധികളെയാണ് ഞാൻ ഇന്ന് രാത്രി അനുഭവിക്കാൻ പോകുന്നത്. 3 സിവിൽ കോടതിയിലും 3 മതക്കോടതിയിലും ഉൾപ്പെടെ 6 കോടതികളിൽ ഞാൻ അധികാരികളുടെ മുമ്പിൽ വിസ്തരിക്കപ്പെടാൻ പോവുകയാണ്. ഈ 33.5 വർഷത്തെ ജീവിതത്തിൽ ഇന്നുവരെ നേരിടാത്ത പ്രതിസന്ധികളെ ഈ ഒറ്റ രാത്രി ഞാൻ നേരിടാൻ പോവുകയാണ്.
അപ്പോൾ വരാൻ പോകുന്ന ആ പ്രതിസന്ധികളിൽ അതിജീവിക്കാൻ, നേരിടാൻ, പിടിച്ചു നിൽക്കാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഗതസമനയിൽ പ്രാർത്ഥിച്ചത്. ഇന്ന് രാവിലെ ഈ സൂം മീറ്റിംഗിൽ വന്നിരിക്കുമ്പോൾ ഇന്ന് രാവിലത്തെ വിടുതലിന് വേണ്ടിയല്ല നിങ്ങളുടെ പ്രാർത്ഥന. ഒരു ചെറിയ പനി സൗഖ്യമാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല. വരുന്ന മാസങ്ങളിൽ, വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മണിക്കൂറുകളിൽ പിശാച് നിന്റെ കുടുംബത്തിന് വിരോധമായി ഒരുക്കിയിരിക്കുന്ന വലിയ വമ്പൻ പദ്ധതികളെ അതിജീവിക്കാൻ, നിഷ്ഫലമാക്കി കളയാൻ, അതിന്റെ നടുവിൽ നട്ടെല്ല് നിവർത്തി പിടിച്ചു നിൽക്കുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടിയാണ് ഇന്ന് രാവിലെയും നാം പ്രാർത്ഥിക്കുവാൻ വേണ്ടി കൂടി വന്നത്. ഈ രാവിലെ പ്രാർത്ഥനയിൽ ആ ദൈവശക്തി ഏറ്റെടുക്കുന്നവരെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. നിങ്ങൾ ഓർത്തു നോക്കണം, മർക്കോസിന്റെ മാളികമുറിയിൽ 120 പേർ ഏകദേശം, സ്തോത്രം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവിടെ കൂടിയിരുന്നു. അവർ അവിടെ വെച്ച് ആത്മശക്തി പ്രാപിക്കുന്നതായി കാണാൻ കഴിയുന്നു. അവരന്ന് പ്രാപിച്ച ആത്മശക്തി കൊണ്ടാണ് AD 312 വരെ ക്രൈസ്തവ മേഖലയെ കൊന്നു മുടിച്ചു കളയാൻ റോമ ചക്രവർത്തിമാർ കച്ചകെട്ടി ഇറങ്ങിയപ്പോൾ ഭക്തന്മാർ ഓരോരുത്തരായി കൊന്നൊടുക്കപ്പെടുമ്പോഴും, തീച്ചുളയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും, സിംഹങ്ങൾ വലിച്ചു കീറി ഭക്തന്മാരെ കൊല്ലുമ്പോഴുമൊക്കെ സഭ തകർന്നു പോകാഞ്ഞതിന്റെ കാരണം പീഡനത്തിന്റെ കുറവ് കൊണ്ടല്ല, പിന്നെന്തുകൊണ്ടാണ്? മാളികമുറിയിൽ വെച്ച് പ്രാപിച്ച ദൈവശക്തി കൊണ്ടാണ് അവർ ഈ പ്രതിസന്ധിയെ നേരിട്ടത്. ഇന്ന് രാവിലെ എന്തിനാണ് ആത്മാവിൽ നിറയുന്നത്? എന്തിനാണ് സ്തോത്രം പറയുന്നത്? എന്തിനാണ് കൈയടിക്കേണ്ടത്? എന്തിനാണ് ആത്മാവിൽ ചലിക്കേണ്ടത്? ഇന്ന് രാവിലെ മനസ്സിലാക്ക്, നിനക്ക് മുന്നിൽ വരുന്ന കടുത്ത പീഡകളെ, നിനക്ക് വിരോധമായി പിശാച് അഴിച്ചുവിടുന്ന കടുത്ത പോരാട്ടങ്ങളെ അതിജീവിക്കാനുള്ള ദൈവകൃപ നിന്റെ മേൽ വ്യാപരിക്കണമെങ്കിൽ ആത്മാവിൽ നിറയപ്പെട്ടേ മതിയാകൂ. ഇന്ന് രാവിലെ ഈ സൂം മീറ്റിംഗിൽ വെച്ച് പ്രാപിക്കുന്ന ദൈവശക്തി കേവലം ഈ 1 മണിക്കൂർ കൊണ്ട് അവസാനിക്കാതെ ഇന്നത്തെ പകൽ മുഴുവൻ നിന്നെ അതിജീവിക്കുവാൻ ഈ വചനത്തിന്റെ ശക്തി ചിലരുടെ മേൽ വ്യാപരിക്കാൻ വേണ്ടി പോകുകയാണ്. ഇന്ന് രാവിലെ വചനത്തിന്റെ പവർ ചിലരുടെ മേൽ അസാധാരണകരമായി വ്യാപരിക്കുന്ന പകലാകാൻ പോകുകയാണ്. നോക്ക്, 3 അപ്പം ചോദിച്ചവൻ അകത്തുനിന്ന് 3 പ്രധാന തടസ്സങ്ങൾ കേൾക്കുന്നു. എന്താണ് അകത്തുനിന്ന് കേട്ട തടസ്സങ്ങൾ? ഒന്നാമത്തെ തടസ്സം, പ്രയാസപ്പെടുത്തരുത് എന്നുള്ളൊരു ശബ്ദമാണ് അകത്തുനിന്ന് വന്നത്. രണ്ടാമത്തെ തടസ്സം, ഓൾറെഡി കതക് അടച്ചിരിക്കുന്നു. മൂന്നാമത്തെ തടസ്സം, കുഞ്ഞുങ്ങൾ എന്നോടുകൂടെ ചേർന്ന് കിടക്കുന്നു. 3 അപ്പം ചോദിച്ചവൻ നേരിടേണ്ടി വന്ന 3 പ്രധാന തടസ്സങ്ങൾ. സ്തോത്രം. ഈ ഭാഗത്തുനിന്ന് ദൈവാത്മാവിനെ ഓർപ്പിക്കുന്നു. സ്തോത്രം. 3 തടസ്സങ്ങൾ വരുമ്പോൾ ആ 3 തടസ്സങ്ങളെ കണ്ടിട്ട് നിരാശപ്പെട്ട ഒരു ചൂരച്ചെടിയും വെച്ച് പിടിപ്പിച്ച് അതിന്റെ കീഴെ കിടന്ന് ഉറങ്ങാനല്ല കർത്താവ് പറയുന്നത്. ആ 3 തടസ്സങ്ങളുടെ മുമ്പിൽ 3 കൽപ്പനകൾ. എന്താണ് 3 കൽപ്പനകൾ? യാചിക്കുക, അന്വേഷിക്കുക, മുട്ടുക. ദൈവാത്മാവ് ആരോടൊക്കെ പറയുന്നു, ഓ എന്റെ വാസേ, 3 വിഷയം ചോദിച്ചിട്ട് മൊത്തം 3 തടസ്സങ്ങളാ. ആയിക്കോട്ടെന്നേ, നീ കണ്ടത് മുഴുവൻ തടസ്സമായിക്കോട്ടെ. ആരോടൊക്കെ ഇന്ന് രാവിലെ കർത്താവ് ഇടപെടുന്നു. പക്ഷേ ആ 3 തടസ്സങ്ങളുടെ മുന്നിൽ നിരാശപ്പെട്ട് പദം പറഞ്ഞിരിക്കാനല്ല, 3 കൽപ്പനകൾ പരിശുദ്ധാത്മാവ് നിനക്ക് നേരെ ഇട്ടു തരികയാ. യാചിക്കുക, തടസ്സങ്ങളുടെ മുമ്പിൽ യാചിക്കുക, ആ തടസ്സങ്ങളുടെ മുമ്പിൽ മുട്ടിക്കൊണ്ടിരിക്കുക, ആ തടസ്സങ്ങളുടെ മുന്നിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം. നോക്ക്, ഉറപ്പായും തുറക്കപ്പെടും. നോക്ക്, 3 തടസ്സങ്ങളുടെ മുന്നിൽ യാചിച്ചുകൊണ്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുക, ആ മുട്ടിക്കൊണ്ടിരിക്കുക, അത് തുറക്കപ്പെടും. 3 കൽപ്പനകൾ ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ വളരെ വ്യക്തമായി വെളിയിൽ നിന്ന് 3 അപ്പം വായ്പ ചോദിച്ചവൻ കേട്ടത് 3 തടസ്സങ്ങളാണെങ്കിലും
ആ തടസ്സങ്ങളുടെ നടുവിൽ ദൈവം 3 കൽപ്പനകൾ കൊടുക്കുന്നു. എന്താണ് കൽപ്പനകൾ? സ്തോത്രം. 3 കൽപ്പനകൾ. 1 കിട്ടും, 2 കണ്ടെത്തും, 3 തുറക്കും. സ്തോത്രം. അതിന് നീ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത്: യാചിക്കുക, അന്വേഷിക്കുക, മുട്ടുക. സ്തോത്രം. കർത്താവ് എന്നോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ചിന്ത, ഇവൻ മുട്ടിക്കൊണ്ടേയിരുന്നു, അവൻ യാചിച്ചുകൊണ്ടേയിരുന്നു, അവൻ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ഫൈനലി അവന്റെ മുന്നിൽ ഈ 3 തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് വാതിൽ തുറക്കപ്പെട്ടു. ഇന്ന് രാവിലെ ദൈവാത്മാവ് നിങ്ങളോട് തന്നെ ഇടപെടുന്നു. മടുപ്പില്ലാതെ 3 കേട്ട തടസ്സങ്ങളുടെ മുന്നിൽ നിരാശപ്പെടാതെ ദൈവം നൽകുന്ന കൽപ്പന അനുസരിച്ച് നീ യാചിച്ചുകൊണ്ടും അന്വേഷിച്ചുകൊണ്ടും മുട്ടിക്കൊണ്ടും ഇരുന്നാൽ ഫൈനലി എത്ര താമസിച്ചാലും എത്ര മുൻപോട്ട് പോയാലും അവസാനം ജയം നിനക്കാണ്. നിന്റെ മുന്നിൽ ആ വാതിൽ തുറക്കപ്പെടുമെന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. എന്നാൽ ഇന്ന് രാവിലെ കർത്താവിനോട് പറയുന്നു, അതുവരെ ആ വാഗ്ദത്ത നിവർത്തിക്ക് സഹിഷ്ണുത ആവശ്യമെന്ന് എബ്രായ ലേഖനം പറയുന്നത് പോലെ അതുവരെ സഹിഷ്ണുതയോടെ യാചിക്കാൻ, അതുവരെ സഹിഷ്ണുതയോടെ അന്വേഷിപ്പാൻ, അതുവരെ സഹിഷ്ണുതയോടെ മുട്ടിക്കൊണ്ടിരിപ്പാൻ ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നു, ഫൈനലി, ആ പദം ഭയങ്കരമാണ്, അവസാനത്തെ ജയം നിനക്കാണ്. അവസാനം നിന്റെ മുന്നിൽ അടയപ്പെട്ടത് തുറക്കപ്പെടാൻ പോകുക. ആരെയൊക്കെ നോക്കി രാവിലെ ഞാൻ പ്രവചിക്കുന്നു, നിന്റെ വീടിനകത്ത്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി, നിന്റെ ഔദ്യോഗിക മേഖലയ്ക്ക് വേണ്ടി ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ നീ ഇന്നലകളിൽ കേട്ട തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഫൈനലി നിന്റെ മുന്നിൽ ചിലത് തുറന്നു വരാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇതൊരു പ്രൊഫസി ആയിട്ട് ഏറ്റെടുത്തു. ഞാൻ ഒരു 50 പ്രസംഗം രാവിലെ എൻ്റെ മനസ്സിലൂടെ വന്നു. പക്ഷേ ഇത് പറയാൻ ദൈവാത്മാവിനെ നിർബന്ധിച്ചത് ആരെയോ വിരൽ ചൂണ്ടിക്കൊണ്ട്, ആരെയോ ഇന്ന് രാവിലെ കേട്ടുകൊണ്ട്, ആരുടെയോ ഹൃദയത്തെ കണ്ടുകൊണ്ട് ആശ്വാസമായി ദൈവാത്മാവ് പറയുന്നു, നീ കേട്ട തടസ്സങ്ങളെ അതിജീവിക്കപ്പെടാൻ പോകുകയാണ്. നീ കേട്ട തടസ്സങ്ങളുടെ മുന്നിൽ നീ യാചിച്ചതുകൊണ്ട്, നീ അന്വേഷിച്ചതുകൊണ്ട്, നീ മുട്ടിയതുകൊണ്ട് ഇത് അസാധാരണകരമായ ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ചിലത് ദൈവാത്മാവ് തുറക്കാൻ പോകുന്നു. ഈ രാവിലെ എത്ര പേർ വിശ്വസിച്ച് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ഇന്ന് രാവിലെ മുതൽ തുറക്കപ്പെടുന്ന പ്രഭാതമാണ്. വായി തുറന്നൊരു 10 പ്രാവശ്യം പറ, തുറക്കപ്പെടാൻ പോകുകയാണ്, തുറക്കപ്പെടാൻ പോകുകയാണ്. ദൈവത്താൽ എനിക്ക് വേണ്ടി ചിലത് തുറക്കപ്പെടാൻ പോകുകയാണ്. സ്തോത്രം. ഞാൻ ഈ ഭാഗം പറയുമ്പോൾ കർത്താവിനോട് പറയുന്ന മറ്റൊരു ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് കുത്തിടാം. സ്തോത്രം. ഈ സഹോദരന്റെ മുന്നിൽ വാതിൽ തുറക്കപ്പെടാനുള്ള കാരണം എന്താണ്? 3 തടസ്സങ്ങളാണ് നമ്മൾ കേട്ടത്. 1, പ്രയാസപ്പെടുത്തരുത്. 2, കതകടച്ചിരിക്കുന്നു. 3, കുഞ്ഞുങ്ങൾ എന്നോടുകൂടെ ചേർന്ന് കിടക്കുന്നു. ഇതിൽ മേജറായിട്ടുള്ള പ്രശ്നം എന്നാണെന്നറിയോ? ഇദ്ദേഹത്തിന് എഴുന്നേറ്റ് കതക് തുറക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോലും പ്രയാസം വകവെക്കാതെ എഴുന്നേൽക്കാൻ പുള്ളിക്ക് താല്പര്യപ്പെട്ടാൽ പോലും ഇതിലെ മേജർ പ്രോബ്ലം ഈ കുഞ്ഞുങ്ങൾ തന്നോടുകൂടെ ചേർന്ന് കിടക്കുന്നതാ. ഈ കുഞ്ഞുങ്ങൾ തന്നോടുകൂടെ ചേർന്ന് കിടക്കുന്നതാ. അതിന്റെ പ്രോബ്ലം പറയണ, ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന അമ്മമാരോട് ചോദിച്ചാൽ മതി. ഇന്നലെ ഞാൻ എൻ്റെ വീടിന് വെളിയിലായിരുന്നു. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഞാൻ രാവിലെ യാത്ര ചെയ്തു. അപ്പോൾ ഒരാൾ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിലൊരു കൊച്ചു കുഞ്ഞുണ്ട്. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, അദ്ദേഹം വന്ന് കോളിംഗ് ബെൽ അടിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെ ശബ്ദം കേട്ടാൽ കുഞ്ഞുണരും, പിന്നെ എനിക്ക് എഴുന്നേറ്റ് വന്നാൽ പിന്നെ പ്രശ്നമാണ്. അപ്പൊ നോക്കി, കുഞ്ഞുണർന്നാൽ അതൊരു പ്രശ്നമാണ്, പിന്നെ എന്നെ ഉറക്കാനും ഒക്കെ പാടാണ്. പ്രത്യേകിച്ച് ഉറക്കത്തിൽ നിന്നത് ഡിസ്കണ്ടിന്യൂ ചെയ്താൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ചിന്ത, സ്നേഹിതരല്ലേ വെളിയിൽ നിന്ന് യാചിക്കുന്നത്, അത് ലജ്ജിക്കാതെ മുട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, എന്നാ പ്രയാസമൊന്നും സാരമില്ല എന്ന് വെച്ച് എഴുന്നേക്കാന്ന് വിചാരിച്ചാലും
കതക് തുറക്കാൻ മനസ്സുണ്ടെങ്കിലും തന്നെ പിന്നോട്ട് വലിക്കുന്ന വിഷയം കുഞ്ഞുങ്ങൾ തന്നോടുകൂടെ ചേർന്ന് കിടക്കുക, ഇഴുകി ചേർന്ന്. അപ്പോ കർത്താവിനോട് പറഞ്ഞത്, ഇഴുകി ചേർന്ന് കിടക്കുന്ന ചിലത് പിടിവിട്ടാൽ അടുത്ത നിമിഷം നിന്റെ മുന്നിൽ വാതിൽ തുറക്കപ്പെടും. വേണമെങ്കിൽ രാവിലെ ആമേൻ പറഞ്ഞോണം, എനിക്ക് നിങ്ങൾ ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾ സ്തോത്രം പറയണത്. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിന്റെ മുന്നിൽ വാതിൽ തുറക്കപ്പെടാതെ അടുത്ത ലെവലിലേക്ക് നിനക്കൊരു എഴുന്നേൽപ്പ് കിട്ടാതെ വണ്ണം നിന്നോടുകൂടെ ചേർന്ന് കിടന്ന് നിന്റെ വാതിൽ അടയപ്പെടുവാൻ കാരണമായി നിൽക്കുന്ന ചിലത് ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ പിടിവിടാൻ പോകുകയാ. സ്തോത്രം. നിന്നോടുകൂടെ ചേർന്ന് കിടക്കുന്ന ചിലത് ചുടമത റംസി അംദൽ ഖമന, നിന്റെ വാതിൽ തുറക്കാൻ തടസ്സമായി നിന്നോടുകൂടെ ഇടകി ചേർന്ന് കിടക്കുന്ന ചിലത് ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ പിടിവിടുകയാ. ചിലത് പിടിവിട്ടാൽ അടുത്ത നിമിഷം നിന്റെ മുന്നിൽ വാതിൽ ഡോർ ഓപ്പൺ ആകാൻ പോകുകയാ. ചിലത് പിടിവിട്ടാൽ നിന്റെ മുന്നിൽ അസാധാരണകരമായ വാതിലുകൾ ദൈവാത്മാവ് തുറന്നു തരാൻ വേണ്ടി പോകുകയാ. ഇന്ന് രാവിലെ സമയം വിശ്വസിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാൻ വേണ്ടി തയ്യാറാകുക. നോക്ക്, ദൈവത്തിന്റെ ആത്മാവ് ആഴത്തിൽ ഇടപെടുന്നു. നിന്റെ മുന്നിൽ വാതിൽ തുറക്കാൻ തടസ്സമായി നിൽക്കുന്ന ചിലതൊക്കെ പിടിവിടണം. കർത്താവ് ആഴത്തിൽ പറയുന്നു. അപ്പോസ്തലപ്രവൃത്തി 2:24 പറയുന്നു, മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. നോക്കിക്കേ, പിടിച്ചു വെച്ചത് പിടിവിട്ട നിമിഷം കർത്താവ് ഉയർക്കപ്പെടുകയാണ്. നോക്കിക്കേ, പിടിവിട്ടതല്ല, പിടിവിടിയിച്ചതാണ്. ആര്? പരിശുദ്ധാത്മാവ് പുത്രന്റെ മേൽ വന്നപ്പോൾ, പിതാവിന്റെ കരം പുത്രന്റെ മേൽ വന്നപ്പോൾ പുത്രനെ പിടിച്ചു വെച്ച മരണത്തിന്റെ പാശങ്ങളുടെ പിടിവിടുകയാണ്. ഇന്ന് രാവിലെ ആരെയൊക്കെയോ നീ എത്തേണ്ട സ്ഥലത്ത് തുറക്കപ്പെട്ട വാതിൽ തുറക്കപ്പെടാതെ അനുഭവിക്കേണ്ട നന്മ അനുഭവിക്കാൻ കഴിയാതെ പിടിച്ചു വച്ചിരിക്കുന്ന, കൂടാരത്തിനകത്ത് പിടിച്ചു വച്ചിരിക്കുന്ന, ദേശത്തിൽ പിടിച്ചു വച്ചിരിക്കുന്ന ചിലത് ഇന്ന് രാവിലെ ആ പിടിവിടുകയാ. യേശുവിന്റെ നാമത്തിൽ ആ പിടിവിടുന്ന നിമിഷം അത് നിന്നിലൊരു പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിച്ച് അസാധാരണകരമായ വാതിലുകൾ തുറക്കപ്പെടുവാൻ, അസാധാരണകരമായ എഴുന്നേൽപ്പുകൾ വെളിപ്പെടുവാൻ, അസാധാരണകരമായ ഉയർച്ചകൾ വെളിപ്പെട്ടു വരുവാൻ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് ഒരു വലിയ പദ്ധതി പ്ലാൻ ചെയ്യുന്നു. വിശ്വസിച്ച് കൃപ പ്രാപിച്ച ദൈവജനം ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ തയ്യാറായിക്കൊള്ളുക. ഇന്ന് രാവിലെ മുതൽ ചിലതൊക്കെ പിടിവിടുന്നുവെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുക. അത് ഇന്ന് രാവിലെ അഭിഷേകം പ്രാപിച്ചവൻ വിളിച്ചു പറയുക, മരണത്തിന് എന്നെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു എന്ന് യേശു ക്രിസ്തു പറഞ്ഞെങ്കിൽ ഇന്ന് രാവിലെ പറ, നിന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന രോഗാത്മാവിനെ നോക്കി പറ, എന്നെ പിടിച്ചു വെക്കുന്നത് നിനക്ക് അസാധ്യമാണ്. അത് പിടിച്ചു വച്ചിരിക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തെ നോക്കി പറ, എന്നെ പിടിച്ചു വെക്കുന്നത് ആണ്. നിന്നെ പിടിച്ചു വച്ചിരിക്കുന്ന പൈശാചിക യുദ്ധങ്ങളെ നോക്കി പറ, എന്നെ പിടിച്ചു വെക്കുന്ന അസാധ്യമാണ്. നിന്റെ തലമുറയെ പിടിച്ചു വച്ചിരിക്കുന്ന അന്ധകാര മണ്ഡലത്തെ നോക്കി പറ, എന്റെ തലമുറയെ പിടിച്ചു വെക്കുന്ന അസാധ്യമാണ്. എന്തുകൊണ്ടാണ് അസാധ്യമാണെന്ന് ഇന്ന് രാവിലെ പ്രഖ്യാപിക്കുന്നത്? വാതുറന്ന് പ്രഖ്യാപിക്കുക, അസാധ്യമാണെന്ന്. നിന്നെ പിടിച്ചു വച്ചിരിക്കുന്നത് എന്തുമാകട്ടെ, വാതുറന്ന് രാവിലെ പ്രഖ്യാപിക്കുക, അസാധ്യമാണ് എന്നെ പിടിച്ചു വെക്കുന്നത്. എന്തുകൊണ്ടാണ് അസാധ്യമാക്കുന്നത്? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവ് ഇന്ന് രാവിലെ നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളിൽ ചലിക്കുന്നുവെങ്കിൽ നിങ്ങളെയും പിടിച്ചു വെക്കുന്നത് അസാധ്യമാണ്. ഈ രാവിലെ ഇഴുകി ചേർന്ന് കിടക്കുന്ന ചിലത് പിടിവിട്ടാൽ ഓൺ ദ സ്പോട്ടിൽ വാതിൽ തുറക്കപ്പെടാൻ പോകുകയാ. ഞാൻ അതിന്റെ മർമ്മം പറഞ്ഞു തന്നു. ഇന്ന് രാവിലെ ചിലനെ വിടുവിക്കണമെങ്കിൽ അഭിഷേകം പ്രാപിച്ചവർ ആത്മാവിൽ കൊടഞ്ഞാരാധിക്കാൻ തയ്യാറാകണം. സ്തോത്രം. ഇത് പൗലോസിന്റെ കയ്യിൽ ഒരു അണല് ചുറ്റി റംദര വൈശ പ്രൗഢകൾ ഖമന, ആ ഇഴുകി ചേർന്നിരിക്കുന്നതിനെ, ആ ജന്തുവിനെ തീയിലേക്ക് കുടഞ്ഞു കളയത്തക്ക രീതിയിൽ ദൂരാമന സൈതൽ ഖമന. ഇന്ന് രാവിലെ ദൈവാത്മാവ് ആഴത്തിൽ വിളിച്ചു പറയുന്നു, ഇഴുകി ചേർന്ന അണലിയെ തീയിലേക്ക് കുടയത്തക്ക രീതിയിൽ അഭിഷേകത്തോടെ ഈ രാവിലെ ദൈവജനം എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ ദൈവജനം എഴുന്നേൽക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചില അണലികൾ ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നു തീയിലേക്ക് കുടഞ്ഞുകളാ. ഇടുകി ചേർന്ന ചില അതിനെ കുടഞ്ഞുകളയാൻ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. സ്തോത്രം. ഞാൻ ആ ചിന്ത പറയുമ്പോൾ അത് മെലീത്ത എന്ന ദ്വീപിൽ
ഒരു സഭയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ന് മാൾട്ടയിൽ ചില സഭകളുണ്ട്. അതെ, ആ സഭയുണ്ടാകുമ്പോൾ വേറെയും കർത്തൃദാസന്മാർ, പത്രോസൊക്കെ ചിലപ്പോൾ നാളെ വന്നേക്കാമെന്ന് പൗലോസ് കരുതി കാണും. അത് ഇനി വരുന്നവരെ ആരെയും ഇവൻ തൊടാതിരിക്കാൻ അവനെ എന്നേക്കുമായ തീക്കകത്തേക്ക് കൊടഞ്ഞു കളഞ്ഞു. ഇന്ന് രാവിലെ അത് കോംപ്രമൈസ് അല്ല, അഭിഷേകമുള്ള ദൈവജനം. അത് ഇന്ന് രാവിലെ സമയം നിന്നോട് ഇഴുകിച്ചേർന്ന് നിന്ന ചിലതിനെയൊക്കെ തീയിൽ കുടഞ്ഞു കളഞ്ഞേരാ. ഈ രാവിലെ സമയം ദൈവാത്മാവിനോട് പറയുന്നു, നീ അങ്ങനെ ആത്മാവിൽ അത് കൊടഞ്ഞു കളഞ്ഞാൽ നീ യാചിച്ച വിഷയത്തിൽ, നീ അന്വേഷിച്ച വിഷയത്തിൽ, നീ മുട്ടിക്കൊണ്ടിരുന്ന വിഷയത്തിൽ നിന്റെ മുന്നിൽ വാതിൽ തുറക്കപ്പെടാൻ പോകുകയാണ്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഇന്ന് രാവിലെ മുതൽ ഒരു വാതിൽ തുറക്കപ്പെടാൻ വേണ്ടി പോകുകയാണ്. സ്തോത്രം. അതാണ് കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. സ്തോത്രം. ഈ വിഷയം തെളിയിക്കാൻ കർത്താവ് ഈ ഉപമയാണ് ആദ്യം 5-ാം വാക്യം മുതൽ പറയുന്നത്. ശേഷം ഇതേ വിഷയത്തെ തന്നെ ബന്ധിക്കപ്പെടുന്ന, അതുമായി തന്നെ ബന്ധമുള്ള ഉപമയാണ് 11-ാമത്തെ വാക്യം മുതൽ സ്തോത്രം 13-ാമത്തെ വാക്യം വരെ കാണുന്നത്. സ്തോത്രം. കർത്താവ് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണ്. നിങ്ങളിൽ ഒരപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? സ്തോത്രം. നോക്കിക്കേ, ഒരപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അപ്പത്തിന് പകരം കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ മുട്ടയ്ക്ക് പകരം തേളിനെ കൊടുക്കുമോ? വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്തോത്രം. നോക്കിക്കേ, അപ്പം 3 കാര്യങ്ങളാണ് തിന്നാൻ കൊടുക്കുമോ എന്ന് ചോദിച്ചത്. ഒന്ന് കല്ല്, ഒന്ന് പാമ്പ്, ഒന്ന് തേള്. സ്തോത്രം. നോക്കിക്കേ, ഇത് 3ഉം കൊടുക്കുമോ എന്നാണ് കർത്താവ് ചോദിച്ചത്. സ്തോത്രം. സാത്താൻ കർത്താവിനെ പരീക്ഷിക്കാൻ വന്നപ്പോഴും കല്ലപ്പമാകാനാ പറഞ്ഞത്. കർത്താവ് പാമ്പിനെയും തേളിനെയും ചവിട്ടാനുള്ള അധികാരമാണ് നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. നോക്കിക്കേ, ഇത് 3ഉം ഭൗതികമായിട്ടുള്ള 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നിട്ട് കർത്താവ് പറഞ്ഞ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. സ്തോത്രം. അങ്ങനെ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അപ്പം കർത്താവ് എന്തിനെ കുറിച്ചാണ്? യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ തുറക്കുമെന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണെന്ന് ഇപ്പോൾ കർത്താവ് ഇവിടെ 13-ാം വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്താണ്? യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കിട്ടും. നോക്കിക്കേ, ഇന്ന് രാവിലെ എത്രയധികം എന്ന് പറയുമ്പോൾ അളവില്ലാതെ എന്നാണ് അതിന്റെ അർത്ഥം. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവൻ അളവ് കൂടാതെയല്ലോ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്. ഈ രാവിലെ സമയം മുട്ടോളം പ്രാപിച്ചുകൊണ്ട് മുറി അന്യഭാഷയും പറഞ്ഞിരിക്കുന്നവർ അങ്ങനെ ഇരിക്കട്ടെ, അരയോളം പ്രാപിച്ചുകൊണ്ട് ഇരിക്കുന്നവർ അങ്ങനെ ഇരിക്കട്ടെ, എന്നാൽ നരിയാണിയോളം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവർ അങ്ങനെ ഇരിക്കട്ടെ. എന്നാൽ ഈ 3 ലെവലും കടന്ന് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ലെവലിലേക്ക് ഇന്ന് രാവിലെ ഒന്ന് കയറണമെങ്കിൽ അളവില്ലാത്ത പരിശുദ്ധാത്മാവിന്റെ ആ പകർച്ച അത് എന്നിലേക്കൊന്ന് വെളിപ്പെട്ടു വരുവാൻ, ഞാൻ യാചിക്കുവാനും അന്വേഷിക്കാനും മുട്ടുവാനും ഇന്ന് രാവിലെ എന്നെ വിധേയപ്പെടുത്തുകയാണ് എന്ന് സമർപ്പിക്കപ്പെടുവാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, 2024 നിന്റെ ഡയറിൽ കുറിച്ചിട്ടോ, അളവില്ലാതെ പരിശുദ്ധാത്മാവിനെ, ഒരു ഹ്യൂജ് എമൗണ്ട് ഹോളി സ്പിരിറ്റിനെ നീ ഇന്ന് രാവിലെ മുതൽ നിന്നിൽ പ്രാപിക്കുന്ന സമയമായിരിക്കും. കർത്താവിനോട് പറഞ്ഞു, നീ നിൽക്കുന്ന ദേശത്ത്, ഏത് ദേശത്താണ് നീ നിൽക്കുന്നതെന്നിരിക്കട്ടെ എക്സെട്ര, ആ ദേശത്തെ മുഴുവൻ പൈശാചിക ശക്തികളെ കാട്ടിലും 1000 ഇരട്ടി ശക്തിയുള്ള പരിശുദ്ധാത്മാവിന്റെ പവർ, പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ നിന്റെ മേൽ പകരാൻ ഇന്ന് രാവിലെ മുതൽ യാചിക്കുന്നവന് വേണ്ടി, അന്വേഷിക്കുന്നവന് വേണ്ടി, മുട്ടുന്നവന് വേണ്ടി കൊടുക്കുവാൻ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് തയ്യാറാകുകയാണ്. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമാണ്. സ്തോത്രം. അത് ഇവിടെ ദോഷികളായ മക്കൾ എന്നൊരു പ്രയോഗമുണ്ട്. അപ്പം നമ്മുടെ ക്വാളിറ്റി കൊണ്ടല്ല ഇത് ലഭിക്കുന്നത്. നമ്മുടെ ക്വാളിറ്റി എന്താ? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ, അപ്പം നമ്മൾ ദോഷികളാണ്. ദോഷികളായ നിങ്ങൾ,
അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുന്നതിന്റെ കാരണം നമ്മുടെ ക്വാളിഫിക്കേഷൻ കൊണ്ടല്ല, അത് ദാനമായതുകൊണ്ടാണ്. സ്തോത്രം. പല ആളുകൾക്കും ഇതിന് വിലയില്ലാത്തതിന്റെ കാര്യം ദാനമായതുകൊണ്ടാണ്. വിലയില്ലാതെ കിട്ടുന്നതിനൊന്നും ആരും വലിയ വില കൊടുക്കുകയില്ല. ഫ്രീ ആയി കിട്ടുന്നതിനെല്ലാം ആളുകൾ വലിയ വാല്യൂ കൊടുക്കുന്നില്ല. പക്ഷേ നീ വില കൊടുത്തു വാങ്ങുന്നതാണെങ്കിൽ നീ സൂക്ഷിക്കും. ഇതൊക്കെ പരിശുദ്ധാത്മാവ് ദാനമാണ്. എന്തിനാ ദാനമായി തന്നത്? ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല എന്ന് വരേണ്ടതിന് അവൻ മൺപാത്രങ്ങളിൽ ദാനമായി തന്നിരിക്കുക. സ്തോത്രം. ഇത് നമ്മുടേതാണെന്ന് നാം ഒരിക്കലും അവകാശപ്പെടാതിരിക്കാൻ അവൻ ദാനമായി ഇത് മൺപാത്രങ്ങളിൽ തന്നിരിക്കുകയാണ്. സ്തോത്രം. നോക്കുക, വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നൊരു പദമുണ്ട്. സ്തോത്രം. ഇവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. 1 സ്വർഗസ്ഥനായ പിതാവ്, 2 യാചിക്കുന്നവർ, 3 പരിശുദ്ധാത്മാവ്. നോക്കി, അങ്ങനെയാണെങ്കിൽ ദോഷികളായ മക്കൾക്ക് നിങ്ങൾ നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം കൊടുക്കും. നോക്കിക്കേ. അപ്പോൾ യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. കർത്താവ് ഈ വിഷയം തെളിയിക്കാൻ 2 ഉപമകളാണ് പറഞ്ഞത്. ഒരു സ്നേഹിതൻ അർദ്ധരാത്രിയിൽ വീട്ടിൽ വന്ന ഗസ്റ്റിനു വേണ്ടി അയൽവക്കത്തെ വീട്ടിൽ മുട്ടുന്നു. 2, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം പരിശുദ്ധാത്മാവിനെ കൊടുക്കും. ഇന്ന് രാവിലെ സമയം നമുക്കൊരല്പനിമിഷം തലകൾ ഉണക്കി കണ്ണുകൾ മൂടി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ച ഇന്ന് രാവിലെ നമ്മുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. വായി തുറന്ന് എല്ലാ കണ്ണുകളും അടച്ച് അധരങ്ങളെ തുറന്ന് ഒരു അല്പനിമിഷം പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം. ഹോളി സ്പിരിറ്റ് ഇന്ന് രാവിലെ സമയം നിങ്ങളെ തൊടുന്ന പ്രഭാതമായി തീരാൻ പോകുകയാണ്. വായി തുറന്ന് അല്പനിമിഷങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങൾ ഇരിക്കുന്ന ഇടം മറന്ന്, നിങ്ങളുടെ സാഹചര്യങ്ങൾ മറന്ന് ആത്മമണ്ഡലത്തിൽ ഇന്ന് രാവിലെ ഒന്ന് സ്തോത്രം ചെയ്യാൻ വേണ്ടി തയ്യാറാകട്ടെ. അന്യഭാഷ പ്രാപിച്ചവർ മ്യൂട്ടുകൾ മാറ്റി അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. അന്യഭാഷ പ്രാപിക്കാത്ത ആളുകൾ അന്യഭാഷ പ്രാപിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങാം. ദൈവാത്മാവ് ഇന്ന് രാവിലെ മുതൽ നിങ്ങളെ തൊടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. സാത്താൻ നിങ്ങളുടെ ഉള്ളിൽ സംശയങ്ങൾ വിതപ്പിച്ച് നിങ്ങളെ കൊണ്ട് അന്യഭാഷ പറയിക്കാൻ സമ്മതിക്കാതെ, വാ തുറന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ അനുവദിക്കാതിരിക്കാൻ ദുഷ്ടൻ സകല തന്ത്രങ്ങളും മെനയുമ്പോൾ ഇന്ന് രാവിലെ കൃപ പ്രാപിച്ചവർ, ഈ വചനം അകത്തോട്ട് കയറിയവർ ആത്മാവിൽ അല്പനിമിഷങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ചൂടാമഹസിയാന്തര പ്രൗഢകൾ കമന. വായി തുറന്ന് അല്പനിമിഷങ്ങൾ, വായി തുറന്ന് അല്പനിമിഷങ്ങൾ നിങ്ങളുടെ ഉള്ളത്തിൽ ഈ വചനം കത്തട്ടെ, കത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ നീ യാചിച്ച വിഷയത്തിന്, നീ അന്വേഷിച്ച വിഷയത്തിന്, ഈ മുട്ടിയ വിഷയത്തിന് തുറക്കപ്പെടുന്ന പ്രഭാതമാകത്തക്ക രീതിയിൽ ചിലത് തുറന്നു വരണമെങ്കിൽ അളവില്ലാത്ത പരിശുദ്ധാത്മാവിനെ നീ പ്രാപിക്കണം. എന്നോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. ചിലത് തുറന്നു വരണമെങ്കിൽ അളവില്ലാത്ത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ചൂടാമഹത്തൽ കമന. ഇത്രയും പറഞ്ഞിട്ടും വാ തുറക്കാൻ കഴിയാത്ത പ്രിയപ്പെട്ടവർ, അത് ഇന്ന് രാവിലെ വാ തുറന്നില്ലെങ്കിൽ എപ്പോഴാണ് തുറക്കുന്നത്? വാ തുറന്ന് അല്പനിമിഷം അന്യഭാഷയിൽ അന്യഭാഷ മറക്കാത്തവർ സ്തോത്രം ചെയ്യാതിരിക്കുക. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മറക്കരുത്. ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കുന്നത് മരണകരമായ കുറ്റമാണെങ്കിൽ ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഒന്ന് വിധേയപ്പെടുത്തി പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ചൂടാവാര വൈഡ രഗന ശന്തന ധൂമൽ കമാന അർത്ഥനാദന ധൂമൽ വേദി. നിങ്ങൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായി നിങ്ങൾ യാചിച്ച മുട്ടിയ വിഷയങ്ങൾക്ക് ഇന്ന് രാവിലെ ചിലത് തുറന്നു വരാൻ പോകുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളായി നിങ്ങൾ യാചിച്ച് അന്വേഷിച്ച വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു വരാൻ പോകുകയാണ്. ചൂടവ ദിഗച്ച റംശസിയ ധൂപജാര വൈഡിവിരികമൽ കമനഗച്ഛസി അച്ഛനെ ശബ്ദനെ ധൂമൽമനാഥ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് നസ്രയനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ സൂം ഡിവൈസിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. യൂട്യൂബിലൂടെ ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവേ, ഇവർ യാചിച്ച, ഇവർ അന്വേഷിച്ച, ഇവർ മുട്ടിയ വിഷയത്തിൽ
ഫൈനലി ചിലത് തുറന്നു വരട്ടെ, ചിലത് ഓപ്പണായി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുറക്കാൻ തടസ്സമായി ഇഴുകി ചേർന്ന ചിലതൊക്കെ പിടിവിട്ടു മാറുന്ന പ്രഭാതമായി കർത്താവ് തീർക്കട്ടെ. ചിലത് തുറന്നു വരത്തക്ക രീതിയിൽ അളവില്ലാത്ത പരിശുദ്ധാത്മാവിനെ ഈ പ്രിയപ്പെട്ടവർ കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എനിക്കറിയത്തില്ല, ചിലരുടെ വാ നിറയത്തക്ക രീതിയിൽ, ചിലരുടെ ശരീരത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ അളവില്ലാത്ത പരിശുദ്ധാത്മാവിനെ ദൈവാത്മാവ് ചിലരുടെ മേൽ പകർന്ന് ചിലരുടെ മുന്നിൽ വാതിലുകൾ തുറക്കപ്പെടുന്നതിനായി സ്തോത്രം. ഞാനിവരെ നസറേയനായ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. കേട്ട വചനം ഞങ്ങളുടെ ഉള്ളത്തിൽ വലിയ കത്തനാക്കി തീർക്കുന്നതിനായി സ്തോത്രം. കൃപമേൽ കൃപ ചൊരിയും. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. ഒരുമിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. കർത്താവ് പ്രാർത്ഥനയും യാതനകളും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദങ്ങളും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ജാലത്തുമുള്ള സകല വിശുദ്ധന്മാരും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ മേഘ പ്രത്യക്ഷത വരെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ജയ നൽകിയ പിതാവിനെ ശക്തിയോടെ സ്തുതിക്കാം. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും വന്ദനം, നന്ദി. ഈ വചനങ്ങളാൽ തമ്മിൽ നമുക്ക് ആശ്വസിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാളെ പ്രഭാതത്തിൽ കൂടി വന്ന് വീണ്ടും പ്രാർത്ഥനയ്ക്ക് തലകൾ വണക്കാം. അതുവരെ കർത്താവിന്റെ കൃപയിൽ മറയട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.